നവാഹമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണല്ലേ? നിങ്ങളുടെയൊക്കെ സഹകരണമാണല്ലേ ഇവിടെ? സ്ത്രീകളും ആണുങ്ങളും ഒരുപോലെ അല്ലേ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം. മധ്യ തിരുവിതാംകൂറിലെ കെട്ടുകാഴ്ചയ്ക്ക് പ്രശസ്തമായ ക്ഷേത്രമാണ് എനിക്ക് പിന്നിൽ കാണുന്ന മേജർ വലിയകുളങ്ങര ദേവീക്ഷേത്രം. ഇവിടെ നവാഹയജ്ഞം നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് അന്നദാനം, മഹാദാനം. അന്നദാനത്തിൻ്റെ വിപുലമായ സജ്ജീകരണമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. മേജർ വലിയകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹജ്ഞാന യജ്ഞം കഴിഞ്ഞ 7 വർഷത്തിന് ശേഷമാണ് ഈ വർഷം വളരെ ഗംഭീരമായി നടക്കുന്നത്. വട്ടപ്പറമ്പ് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഈ യജ്ഞം ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു കാറ്ററിംഗിന്റെ ഒരു ഓളിനോളാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ ഈ വിപുലമായ ക്രമീകരണങ്ങൾ ഭക്ഷണത്തിന്റെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഭക്ഷണത്തിന്? ഇവിടെ ഭയങ്കര പരിപാടിയാണ് നടക്കുന്നത്. അന്യായ ആൾക്കാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഒരു ദിവസം ഇവിടെ 15 ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് നമുക്ക് ഇന്നലെയൊക്കെ പറഞ്ഞാൽ പായസം കൂട്ടിയുള്ള സദ്യയായിരുന്നു. ഇന്നില്ല, നാളെ ഉള്ളു പായസത്തിന്റെ പരിപാടി. നാളെ കൊണ്ട് തീരുകയാണ്. ഓരോ ദിവസം വെറൈറ്റി പായസങ്ങളാണ് മൊത്തം നമ്മൾ ഇറക്കിക്കൊണ്ടിരുന്നത്. കറികളൊക്കെ എങ്ങനെയൊക്കെ? കറികൾ ഇന്ന് അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, ഒരു പച്ചടി, സാമ്പാർ, പുളിശ്ശേരി. അതുപോലെ എത്ര പേര് ആഹാരം നമുക്ക് ഒരു ദിവസം? 5000 ആളുടെ മുകളിൽ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഭക്തർ സമർപ്പിക്കുന്ന അരിയാണ്, അരി ബാഗുകളാണ് ഈ കാണുന്നതല്ല. വലിയകുളങ്ങരയെ സംബന്ധിച്ചൊരു ഒരു കാര്യം, ഭക്തരുടെ ഒരു സമർപ്പണം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളും. അത് ഇവിടുത്തെ അശ്വതി മഹോത്സവം നമുക്ക് അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇവിടെ ചേന, പടവലങ്ങ, ഇതെല്ലാം കറികളൊക്കെ അരിഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ചാക്ക് കണക്കിനാണ് ഇവിടെ സാധനങ്ങൾ ഇറക്കുന്നത്. ത്രിദീപൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പെണ്ണുങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഉപദേശ സമിതിയുടെ നിരന്തരമായ സപ്പോർട്ട് ഈ ഭക്ഷണകാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ വിജയിക്കുന്നത്. നമ്മൾ വലിയകുളങ്ങര ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞം മെയ് 1 തൊട്ട് 9 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭക്തജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5000-ന് മുകളിൽ ഒരു ദിവസം ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി മാത്രം ഭക്തി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നവാഹയജ്ഞ പന്തലിലും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സാന്നിധ്യവും സഹകരണവും ദേവീനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളു. ഇവരെന്താ ഈ 3 പേര് മാറിയിരുന്നിരിക്കുന്നു? ഇവരെന്താ സെപ്പറേറ്റ് ആയ ഫാൻ്റെ? എന്താ ശരിയാ, ചൂടൊരു ഭയങ്കര ഘടകമാണ്. ഈ ഇത്രയും ചൂടിൽ എല്ലാവർക്കും അറിയാം കേരളം മൊത്തം കൊടും ചൂടിലാണ്. എന്നാൽ ഈ ചൂടിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഭക്തരുടെ ഒരു വരവും ഇവിടെ അന്നദാനത്തിലും ഇവിടുത്തെ ക്ഷേത്രകാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നത് അല്ലേ? ഇതെന്തിനാ അരിയുന്നെന്തോ? എല്ലാവരും കൂട്ടുകാരിയുടെ ആളാണല്ലോ. ഇന്ന് കൂട്ടുകാരെ അല്ല, ത്രിദീപന്റെ വേറെ ഉണ്ട്. ഞങ്ങളുടെ അമ്പലത്തിലും ത്രിദീപനായിരുന്നു സപ്താഹത്തിന്. കൂട്ടുകാരി അടിപൊളിയാണ് ത്രിദീപന്റെ. മറ്റ് ക്ഷേത്രങ്ങളിലെ യജ്ഞങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭൂതപൂർവമായ ജനത്തിരക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗ്രാമദേവതയായ വലിയകുളങ്ങര അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന കാര്യത്തിൽ പ്രസാദമൂട്ടടക്കമുള്ള ചടങ്ങുകളിൽ 5000-ന് മുകളിൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രതിദിനം. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു സംഭവം വളരെ ഗംഭീരമായി നടത്തുവാൻ ഇവിടുത്തെ ഉപദേശക സമിതിക്ക് കഴിഞ്ഞതിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ഓരോ പ്രാവശ്യവും ഇത് നടത്തുമ്പോഴും ഭക്തി കൂടി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ യജ്ഞശാലയിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നടന്ന പാർവതി സ്വയംവരം, പാർവതി പരിണയത്തിന് വേണ്ടി ഈ ഭക്തജനങ്ങളെല്ലാം കൂടെ ഈ യജ്ഞശാല നിറഞ്ഞ് ശ്രീപരമേശ്വരൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അന്ന് ഈ ഭക്തജനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്ന് അതൊക്കെ തന്നെ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതുന്ന സംഭവങ്ങളാണ്. ഇവിടെ കൂട്ടം കൂടിയിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ ഇന്നത്തെ കറിക്കുള്ള അവസാന വട്ട അരിച്ചിലാണ്. കുറച്ച് പേരുണ്ടല്ലോ.
എന്തോ വേറെന്തോ? ആ എന്തോ അരിയുന്നത്? എന്തിനാ ഏത് കറിക്ക് അരിയുന്നത് ഇപ്പോൾ? ഇന്ന് കൂട്ടുകറി അല്ലേ? എങ്ങനെയുണ്ട് നവാഹമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണല്ലേ? നിങ്ങളുടെയൊക്കെ സഹകരണമാണല്ലേ ഇവിടെ? സ്ത്രീകളും ആണുങ്ങളും ഒരുപോലെ അല്ലേ സപ്പോർട്ട് ചെയ്തിരിക്കുവാണ് ഇവിടെ. ഇവിടെയുണ്ട് ചേട്ടന്മാരൊക്കെ. ആഹാ, ഇവിടെ എല്ലാം അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാം ഇങ്ങനെ ഓരോ കറിക്കുള്ള ഇപ്പോൾ 9:30 ആകുന്നു. 1 മണിക്കാണ് ഇവിടെ അന്നദാനം സമർപ്പിക്കുന്നത്. വലിയളങ്ങര ക്ഷേത്രത്തിലെ നവയജ്ഞാനം വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. ഭക്തജനങ്ങളുടെ വളരെ നിസ്സീമമായ സഹായവും കൊണ്ട് വലിയ രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം നടന്ന. നാളെ ഈ യജ്ഞം അവസാനിക്കുമ്പോഴും വലിയ ജനത്തിരക്കാനാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങ മെഷീനിൽ ഇങ്ങനെ എത്ര തേങ്ങയാണ് നോക്കി, ഇവിടെ എല്ലാം തേങ്ങ ഇരിക്കുക. ഇതെല്ലാം അല്ലേ നിമിഷ നേരം കൂടെ തേയാണ് അല്ലേ? 150? ഇനിയുണ്ടോ? ഇനി 150. മൊത്തം എത്ര തേങ്ങ തിരുമുന്നുണ്ട്? 200 തേങ്ങയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. പോയി നമ്മളൊക്കെ ഒരു വീടുകളിൽ ഒരു ദിവസം 1 തേങ്ങ 2 തേങ്ങയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇന്നലെ വലിയ പ്രാധാന്യമായിരുന്നു അല്ലേ? നമ്മുടെ ഉപദേശ സമിതിയുടെ പ്രസിഡന്റാണ് വാലിൽ ചെല്ലപ്പൻ മുതലാളി. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് തന്നെ കാരണമെന്ന് നമുക്ക് പറയാം. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന വാലിൽ ചെല്ലപ്പൻ മുതലാളിയെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. വലിയളങ്ങര ദേവസ്വം ബോർഡിൻ്റെ ഈ സദ്യാലയമാണ്. ഇതിന് അകത്താണ് ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും ഇവിടുത്തെ പച്ചക്കറികളും മറ്റും അരിയാനുള്ള സൗകര്യവും ഉള്ളു. ഇവിടെ വെളിയിലിട്ടാണ് മറ്റു പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മുടെ പ്രദീപൻ അതൊക്കെ ഗഹനമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു രക്ഷയില്ല, പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേണ്ട ഒരു സഹോദരൻ എന്താണ് അരിയാണ് ഇട്ടേക്കുന്നത്? ചോറിൻ്റെ പരിപാടിയാണ്. 1, 2, 3, 4, 5 ചെമ്പ് ചോറ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പുക കൊണ്ട് വീഡിയോ ഒന്നും കാണത്തില്ല. ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ട, ഇത് കാണിക്കാനാണ്. എത്ര വലിയ വാർപ്പാണെന്ന് നോക്കി, എന്തോ വിസ്താരം ഡയാണെന്ന് നോക്കി. ഇവിടെ പ്ലേറ്റുകൾ അടുക്കി വെച്ചേക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നൊരു 10,500 പ്ലേറ്റ്. 1,500 അല്ല, അതുകൊണ്ട് അവിടെ എല്ലാം നിരത്തി വെച്ചേക്കാണ്. ഇവിടെ വെളിയിലാണ് ഇതിൻ്റെ ഈ മറ്റ് കറികൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ സൈഡാണ്. ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്തോ ചേട്ടാ ഈ വാറൽ ഇപ്പം ചെയ്യാൻ പോകുന്നത്? രസത്തിൻ്റെ പരിപാടിയാണ്. രസത്തിൻ്റെ വേണ്ട കൂട്ടുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മുളകൊക്കെ വറുത്തിടും. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. എനിക്ക് കൂടുതലായി പറയാനൊന്നും അറിയത്തില്ല. അങ്ങനെ എന്തൊക്കെയാണ് ഇതിനകത്ത് സ്പെഷ്യൽ ചേർക്കുന്നത്? കായമാണ് മെയിൻ രസത്തിൻ്റെ അല്ലേ? കായമൊക്കെ ഇട്ട് ഉള്ള പരിപാടിയാണ്. രസത്തിൻ്റെ തക്കാളി അതിനകത്ത് വേണ്ട മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. നമ്മളിവിടെ നിന്ന് രാവിലത്തെ ഒരു സെഷൻ കവർ ചെയ്തായിരുന്നു. ഇപ്പം ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു വേളയാണ്. അതിനുള്ള തിരക്കാണ്. ക്യൂ ആണ്, ഇവിടെ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ബീട്രൂട്ട് അച്ചാറ്, കാബേജ് തോരന്, കൂട്ടുകറി, പിന്നെ രസമുണ്ട് അപ്പുറത്ത്. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ നേരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കമ്മിറ്റിയുമായി സഹകരിക്കണമെന്ന് ദേവീനാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ അടുത്ത ആകാശ് സുഭാഷ് എടപ്പുരയാണ് ഇന്നത്തെ ആഹാരം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്.
ഇടപ്പുര ഫാമിലിയാണ്. ഇടപ്പുര ഫാമിലി. അതാണ് സുരേഷ് എന്ന അമ്മ, ഇങ്ങനെ ഉള്ളവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇവിടെ അപവൃത സ്നാന ഘോഷയാത്ര തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിലെ ആ ക്ഷേത്രക്കുളത്തിൽ അപവൃത സ്നാനം നടത്തി നമ്മളുടെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആ ദേവീ വിഗ്രഹവും വഹിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ താലപ്പൊലിയുമേന്തി ഈ അപവൃത സ്നാന ഘോഷയാത്രയെ ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേരും. തുടർന്ന് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ യജ്ഞപ്രസാദം നൽകി നമ്മളുടെ യജ്ഞാചാര്യൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തോടുകൂടി ഈ ചടങ്ങ് ആരതി ഒഴിഞ്ഞ് സമാപിക്കുമ്പോൾ ഒരു പുണ്യം ചെയ്ത ജനതയ്ക്ക് വലിയ ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് നാളുകളിലും അവരുടെ കുടുംബത്തിനും അവരുടെ അടുത്ത തലമുറയ്ക്കും ഒരു വലിയ പുണ്യവും അനുഗ്രഹവും ശ്രീ ഭഗവതിയുടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഉപദേശക സമിതി ഇത് നടത്തുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ഉപദേശക സമിതിയുടെ മുഴുവൻ ഭാരവാഹികളും അതോടൊപ്പം തന്നെ ഇതിന് സർവാത്മന സഹകരിച്ചിട്ടുള്ള മഹോത്സവ കമ്മിറ്റിയുടെയും കെട്ടുകാഴ്ച കമ്മിറ്റിയുടെയും ഭാരവാഹികൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിലെ എളിയ പ്രവർത്തകനാണ്, ഞാൻ ഭക്തനാണ് ശ്രീ ഭഗവതിയുടെ. ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് ഈ കമ്മിറ്റിയോട് അഗൈതവുമായ നന്ദി ഇക്കാര്യത്തിലുണ്ട്. നമസ്കാരം.